ശബരിമല ഉത്സവത്തിന് കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠരര് രാജീവരൻ നേതൃത്വം നൽകും. എസ് ശരൺ ചേരുന്നു. ശരൺ ധന്യ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് കൊടിയേറിയിരിക്കുന്നത്. 7:45 കൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. കൊടിയേറ്റ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബിംബ ശുദ്ധിക്രിയകളാണ് നടക്കാനുള്ളത്. അത് വൈകിട്ടാണ് നടക്കുന്നത്. ആ ബിംബ ശുദ്ധിക്രിയകൾ പൂർത്തിയാകുന്ന വേളയിൽ ഹരിവരാസനം പാടി നട അടയ്ക്കും. ഏതായാലും പ്രധാനപ്പെട്ട പൂജകളൊന്നും തന്നെ ഇന്നില്ല. നാളെയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഉത്സവ ബലിയാണ് നാളെ നടക്കാൻ പോകുന്നത്. 16-ാം തീയതി വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഇതോടൊപ്പം തന്നെ 9ാം ഉത്സവ ദിവസമായ 20-ാം തീയതി പള്ളിക്കുറുപ്പ് നടക്കും. ഏറ്റവും അവസാനത്തെ ഉത്സവ ദിവസമായ 21-ാം തീയതിയാണ് പ്രസിദ്ധമായ പമ്പ ആറാട്ട് നടക്കാൻ പോകുന്നത്. പമ്പ ആറാട്ട് ഒപ്പം തന്നെ ആറാട്ട് എഴുന്നള്ളിപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത്. സന്നിധാനത്ത് നിന്നും എഴുന്നള്ളിച്ച് പോവുകയും പമ്പയിലെത്തി അവിടെ ആറാട്ട് പൂജകൾ നടക്കുകയും ചെയ്യും. ആറാട്ട് പൂജകൾ പൂർത്തിയാകുന്ന വേളയിൽ തിരിച്ച് സന്നിധാനത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. അതിനുശേഷമാകും കൊടിയേറുക. അതായത് 21-ാം തീയതി തന്നെയാണ് കൊടിയിറങ്ങുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നട തുറന്നത്. നട തുറക്കുമ്പോൾ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നെ തിരക്ക് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആണ് അയ്യപ്പ ഭക്തർ കൂടുതലായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളായ അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ഇക്കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിൽ തിരക്കേറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. വരും ദിവസങ്ങളിൽ തിരക്കേറുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി ശരൺ, ശബരിമലയിൽ ഉത്സവം കൊടിയേറിയ ശരണാണ് വിവരങ്ങൾ നൽകിയത്.